പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായൊരു ദിവസത്തിൻ്റെ രാത്രി സമയം ഏദൻ ഗോസ്പൽ മിനിസ്ട്രി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചന സന്ദേശം അറിയിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പേജിൻ്റെ അഡ്മിനായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ റിജു അനവൂർ അവറുകളോടും ടീമിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവവചനം ശ്രവിക്കുവാൻ നമുക്ക് വേർതിരിക്കാം. ഈ പ്രതിസന്ധിയുടെയും മഹാമാരിയുടെയും കാലഘട്ടത്തിൽ നമുക്കേറെ ആശ്വാസം നൽകുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മെ ഉറപ്പിക്കുന്നത് അത് ദൈവത്തിന്റെ വചനം ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സമയവും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി വിലപ്പെട്ട ചില നിമിഷങ്ങൾ നമുക്ക് വേർതിരിക്കാം. ഇന്ന് രാത്രിത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ഒരു തിരുവചനം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ജീവന്റെ വഴി എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ തിരുവചനാടിസ്ഥാനമാക്കി സംസാരിക്കുവാൻ ദൈവത്തിൽ ആഗ്രഹിക്കുക. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ നിമിഷം മുതൽ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം നൽകിയിരുന്നു. മനുഷ്യരുടെ ഇഷ്ടപ്രകാരം, ഇച്ഛപ്രകാരം തെരഞ്ഞെടുപ്പ് നൽകുവാൻ അവസരങ്ങളെ ദൈവം നൽകിയിരുന്നു. അപ്രകാരം അനേക വ്യക്തികൾ തിരഞ്ഞെടുത്തതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നതും വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമേറെ സ്നേഹിച്ച, ശ്രേഷ്ഠരായി കണക്കാക്കിയ, അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം വേർതിരിച്ചതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജനത്തിന്റെ മുമ്പിൽ ഒരു ചോയ്സ് ദൈവം നൽകിയിരിക്കുക, തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം ദൈവം നൽകിയിരിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തും തിരഞ്ഞെടുക്കാം. ജീവൻ വേണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം, മരണം വേണമെങ്കിൽ മരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എങ്ങനെയെന്നാൽ പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആഗ്രഹം നാം ദൈവത്തിന്റെ വഴികളിൽ നടക്കണമെന്നാണ്. ദൈവത്തിന്റെ പാതയിൽ നാം സഞ്ചരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയും എന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം
നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകുമ്പോൾ തന്നെ അതിലേതാണ് ഉത്തമമായ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമെന്നും ദൈവം അവർക്ക് പറഞ്ഞു നൽകിയിരുന്നു. അപ്പൊ ദൈവം അവരോട് പറയുന്നു, നീ ജീവനെ തിരഞ്ഞെടുക്കുന്നതാണ് നിനക്ക് ഉത്തമം, അതാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അതിന്റെ ഗുണങ്ങളും കൂടെ ദൈവം പറഞ്ഞു നൽകുന്നുണ്ട്. ജീവനെ തിരഞ്ഞെടുക്കുന്നവർ ജീവന്റെ പാതയിൽ നടക്കുവാനിടയായിത്തീരും. അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് വചനത്തിന് ഏറെ പ്രാധാന്യതയുണ്ട്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ജീവന്റെ വഴിയിൽ നടക്കുവാൻ വചനം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ആധികാരികമായി നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. വചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. വചനം നമ്മെ വിടുവിക്കുന്നതാണ്. വചനം നമ്മെ ഉദ്ധരിക്കുന്നതാണ്. വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടതാണ്. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി സമയം ഞാൻ പ്രസ്താവിക്കുന്ന വചനങ്ങൾ അത് നിലനിൽക്കുന്ന വചനമാണ്. ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങൾ അത് മാറ്റം സംഭവിക്കുന്ന ഒന്നല്ല, തിരുത്തി എഴുതുവാൻ കഴിയുന്ന ഒന്നല്ല, ഒരു വ്യക്തിക്ക് മാറ്റി പറയുവാനോ തിരുത്തി എഴുതുവാനോ സാധിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ദൈവത്തിന്റെ വചനമാകയാൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടതാണ്, എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണ്. ആ വചനം വായിക്കുന്നത് അനുഗ്രഹമാണ്. ആ വചനം പഠിക്കുന്നത് നന്മയാണ്. ആ വചനം ധ്യാനിക്കുന്നത് മഹത്വകരമാണ്. ദൈവവചനത്തിന്റെ പ്രാധാന്യത ഈ കാലഘട്ടത്തിലേറെയാണ്. ജനം വൈഷമ്യമേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രോഗങ്ങൾ, അനേക വ്യാധികൾ, മഹാമാരികൾ, കഷ്ടത, പ്രയാസം, നെടുവീർപ്പ്, അവരുടെ സാമ്പത്തികമായ ഇല്ലായ്മകൾ, ഇതൊക്കെയും അവരുടെ ജീവിതത്തിലേറെ ക്ലേശങ്ങൾ വിതയ്ക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് അടുക്കുവാനും ദൈവവചനം മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിക്കുവാനും ജനം തയ്യാറാകണം. കാരണം ആ വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തെ നൽകുന്നത്. ആ വചനമാണ് നമ്മെ വിടുവിക്കുന്നത്. ആ വചനമാണ് നമുക്ക് നിത്യജീവൻ പകരുന്നത്. അതുകൊണ്ട് ജീവന്റെ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യത കൊടുക്കുവാൻ കഴിയും. കാരണം ജീവന്റെ വഴിയിൽ നടക്കണമെങ്കിൽ അവർക്ക് തിരുവചനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, രണ്ടാമതായി സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു നിൽക്കാം, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. സ്വന്തം കഴിവിലല്ല, സ്വന്തം വിദ്യാഭ്യാസത്തിലല്ല, സ്വന്തം ആരോഗ്യത്തിലല്ല, സ്വന്തം സമ്പത്തിലല്ല, സ്വന്തം പാരമ്പര്യത്തിലല്ല, സ്വന്തം നേട്ടങ്ങളിലല്ല, സ്വന്തം പദവികളിലല്ല, മറിച്ച് നമ്മുടെ ആശ്രയം സമ്പൂർണമായി സർവശക്തനായ ദൈവത്തിലായിരിക്കണം. യേശുവിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, യേശുവിൽ മാത്രം ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ ഈ നാളുകളിൽ വളരെ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യർ വാക്ക് മാറ്റി പറയുമ്പോൾ, സാഹചര്യങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ, മാറ്റമില്ലാത്തത് ദൈവത്തിന് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് മനസ്സുവെക്കാം. നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് യേശുവെന്നാണ്. നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് യേശുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം. യേശുവേ എന്നത് വിളിക്കുമ്പോൾ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം
വിജയപൂർണമായി തീരും. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക്, ദൈവഹിതത്തിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, ജീവന്റെ വഴിയിൽ നാം നടക്കുവാൻ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ആശ്രയം. പല ആളുകളും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നുണ്ട്, വസ്തുവകകളിൽ ആശ്രയിക്കുന്നുണ്ട്, മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നുണ്ട്, തലമുറകളിൽ ആശ്രയിക്കുന്നുണ്ട്, അവരുടെ ജീവിത ശൈലികളിൽ ആശ്രയിക്കുന്നുണ്ട്, ആരോഗ്യത്തിൽ ആശ്രയിക്കുന്നുണ്ട്, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ജോലിയിൽ ആശ്രയിക്കുന്നുണ്ട്. പല നിലവാരത്തിലാണ് അവരുടെ ആശ്രയം. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ്. മനുഷ്യർ വാക്ക് മാറ്റി പറയും. ഇന്ന് കാണുന്ന വ്യക്തികളെ ഒരുപക്ഷെ നാളെ കണ്ടില്ലെന്ന് വരാം. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കുവാൻ കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം. മൂന്നാമതായി സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവിടെ നാം ഇംഗ്ലീഷിൽ കാണുന്നത് വേ ഓഫ് ലൈഫ് എന്നാണ്. ജീവന്റെ മാർഗമാണ്. എന്താണ് ജീവന്റെ മാർഗം? പ്രബോധനത്തിന്റെ ശാസനകൾ. ഇംഗ്ലീഷിൽ റിപ്രൂഫ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്നൊരു പരിഭാഷയിൽ കാണുവാൻ കഴിയും. കറക്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന മറ്റൊരു പരിഭാഷയിൽ കാണുവാൻ കഴിയും. പ്രബോധനത്തിന്റെ ശാസനകൾ. ഈ കാലഘട്ടത്തിൽ പലർക്കും പ്രബോധനം ഇഷ്ടമല്ല, ശാസന ഇഷ്ടമല്ല. എന്നാൽ തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക, ജീവന്റെ മാർഗത്തിൽ, ദ വേ ഓഫ് ലൈഫ്, ജീവന്റെ മാർഗത്തിൽ നാം നടക്കണമെങ്കിൽ നമുക്ക് പ്രബോധനം ആവശ്യമാണ്, ശാസന ആവശ്യമാണ്. അതുകൊണ്ട് അതിനെ പ്രാധാന്യത നൽകിക്കൊണ്ട്, അതിന് വിധേയപ്പെട്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവന്റെ വഴിയിലൂടെ നടക്കണമെങ്കിൽ അവന് പ്രബോധനം ആവശ്യമാണ്. അത് തന്നെയാണ് സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. ശ്രദ്ധിക്കണമേ, പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു. മറന്നു പോകരുത്, പ്രബോധനം കേൾക്കുക മാത്രമല്ല, അതിനെ പ്രമാണിക്കുവാൻ നാം തയ്യാറാകണം. പ്രബോധനത്തെ പ്രമാണിക്കുവാൻ തയ്യാറായാൽ നാം ജീവന്റെ മാർഗത്തിൽ ഇരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ജീവന്റെ വഴിയിലൂടെ, ജീവന്റെ മാർഗത്തിലൂടെ, ജീവന്റെ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവന് പ്രബോധനം ആവശ്യമാണ്. പ്രബോധനം കേട്ട് തിരസ്കരിക്കുന്നവനായിട്ടല്ല, മറിച്ച് ആ പ്രബോധനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ പ്രബോധനത്തെ പ്രമാണിക്കുവാൻ നാം തയ്യാറാകണം. തിരുവചന അടിസ്ഥാനത്തിൽ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന സകല പ്രബോധനങ്ങളും ഇന്ന് രാത്രി അനുസരിക്കുവാൻ വിധേയപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറും. നാലാമതായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 24-ാമത്തെ വാക്യം, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. അവിടെ കൊടുത്തിട്ടുള്ള പദം വേ ഓഫ് ലൈഫ് എന്നാണ്. ബുദ്ധിമാനെ സംബന്ധിച്ച് അവന്റെ ജീവന്റെ വഴി അത് മേലോട്ടാണ്, ഒരിക്കലും താഴത്തേക്കല്ല, ഒരിക്കലും താഴ്ചയിലേക്കല്ല, മറിച്ച് അവന്റെ ജീവന്റെ വഴി മുകളിലേക്കാണ്. അവന്റെ ജീവന്റെ വഴി ഉയർച്ചയിലേക്കാണ്. മനസ്സിലാക്കുക, ജീവന്റെ വഴിയിലൂടെ നടക്കുവാൻ നാം തീരുമാനിച്ചാൽ നാം ബുദ്ധിയുള്ളവരാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ബുദ്ധിമാനെ സംബന്ധിച്ചാണ് അവൻ ജീവന്റെ മാർഗത്തിൽ നടക്കുന്ന, ജീവന്റെ വഴിയിൽ നടക്കുന്ന വ്യക്തി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ കളിയാക്കിയാലും, മറ്റുള്ളവർ നമ്മെ തിരസ്കരിച്ചാലും, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയാലും, മറ്റുള്ളവർ മാറ്റി നിർത്തിയാലും, ദൈവം വചനം പറയുന്നു, ജീവന്റെ വഴിയിൽ നീ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ തീരുമാനമാണ്, ഏറ്റവും മഹത്വപൂർണമായ തീരുമാനമാണ്, ദൈവം ആഗ്രഹിക്കുന്ന തീരുമാനമാണ്. കാരണം അത് ബുദ്ധിമാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ ബുദ്ധിമാന്റെ ജീവന്റെ വഴി അത് മേലോട്ടാകുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദ വേ ഓഫ് ലൈഫ്, വേ ഓഫ് ലൈഫ് വിങ്സ് അപ്വേർഡ് ഫോർ ദ വൈസ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ബുദ്ധിമാന്റെ ജീവയാത്ര അത് മേലോട്ടാകുന്നു. മനസ്സിലാക്കുക, ജീവന്റെ വഴിയിൽ ഒരുവൻ നടക്കുവാൻ തീരുമാനിച്ചാൽ അവന് വചനം ആവശ്യമാണ്, ദൈവത്തിൽ ആശ്രയം ആവശ്യമാണ്. മാത്രമല്ല അവന് പ്രബോധനം, ശാസനകൾ ആവശ്യമാണ്. അവന്റെ യാത്ര
മേലോട്ടാകുന്നുവെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി വചനത്തിന്റെ വെളിപ്പാടിലേക്ക് ഞാൻ കടക്കുന്നു. ഈ വചനത്തിന്റെ വെളിപ്പാട് നാം പ്രാപിക്കുമ്പോൾ നമ്മുടെ നിരാശകൾ മാറും. നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. മീഖയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ നമുക്ക് ഈ യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയുന്നു. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന്റെ വഴിയിൽ നടക്കണമെന്നാണ്. ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിട്ടുള്ളതും ആജ്ഞാപിച്ചു വെച്ചിട്ടുള്ളതും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള പാതയിലൂടെ, ആ മാർഗത്തിലൂടെ, ആ വഴിയിലൂടെ തന്റെ മക്കൾ സഞ്ചരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനസ്സിലാക്കുക, ഒരു പിതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ ഒരിക്കലും നമ്മുടെ മക്കൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നാം ആഗ്രഹിക്കുകയില്ല. ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും ഉയർന്ന, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും നന്മയുള്ള പാതയിലൂടെ അവ സഞ്ചരിക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പിതാവ്, നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്റെ മക്കൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കണമെന്നാണ്. അവർ പോകുന്ന പാത ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു, അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു നൽകും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ നമ്മുടെ വഴികളെ നമുക്ക് ഉപദേശിച്ചു തരികയാണ്. ഏത് പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് വളരെ കൃത്യമായി നമ്മോട് പറയുന്ന ഒരു ദൈവമാണ് യേശു. എന്താണ് ഈ വെളിപ്പാട്? എന്താണ് ആ വചനത്തിന്റെ മർമ്മം? എന്താണ് ആ വചനത്തിന്റെ ആഴമെന്ന് പറയുന്നത്? ആ വചനത്തിന്റെ വെളിപ്പാട് എന്താണ്? ജീവന്റെ വഴി എന്നത് ഒരു വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഏതാണ് ആ വ്യക്തി? എന്താണ് ആ വചനത്തിന്റെ വെളിപ്പാട്? അത് മറ്റൊന്നുമല്ല, ജീവന്റെ വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. പ്രിയജനമേ, മനസ്സിലാക്കുക, ആ വചനത്തിന്റെ വെളിപ്പാട് തിരിച്ചറിയുക. ജീവന്റെ വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ജീവന്റെ വഴി കണ്ടെത്തിയവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്താണ് അതിന്റെ വചന തെളിവുകൾ? സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരപ്പെട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. കണ്ടുനിന്നവർ പലരും ഇത് എന്തായിരിക്കുമെന്ന് ചോദിച്ചു. പലരും സംശയിച്ചു, പലരും പരിഹസിച്ചു. എന്നാൽ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് പത്രോസ് പറയുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദിച്ച് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. ദാവീദ് ആരെ കുറിച്ച് പറയുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്? ദാവീദ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ദാവീദ് യേശുവിനെ കുറിച്ച് പറയുന്നു. കുറച്ചും കൂടെ ആഴത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജനം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ദാവീദ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുമ്പുകൂട്ടി കണ്ട് പ്രസ്താവിക്കുകയാണ് ആ വാക്യത്തിൽ. എന്താണെന്നറിയാമോ? ജീവന്റെ വഴി അറിയിച്ചിരിക്കുന്നു. ജീവന്റെ വഴി അറിയിച്ചിരിക്കുന്നു.
ക്രിസ്തുവിനെ കണ്ടാണത് ദാവീദ് പ്രസ്താവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയുകയാണ്. പ്രിയ ദൈവജനമേ, മനസ്സിലാക്കുക, ആ വചനത്തിന്റെ ആഴം, ആ വചനത്തിന്റെ മർമ്മം, ആ വചനത്തിന്റെ വെളിപ്പാട്. ജീവന്റെ വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എത്ര ശ്രേഷ്ഠകരമായ തിരുവചനമാണ് നമുക്ക് ലഭിക്കപ്പെട്ടത്. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മനസ്സിലാക്കുക, ഏക വഴി യേശുവാണ്, ഏക സത്യം യേശുവാണ്, ഏക ജീവൻ യേശുവാണ്, ഏക പരിഹാരം യേശുവാണ്, ഏക മാർഗം യേശുവാണ്, ഏക രക്ഷ യേശുവാണ്. ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കഷ്ടതയിലായിരുന്നാലും, ഏത് രോഗത്തിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, ഒരു വ്യക്തി പോലും സഹായിക്കുവാൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നാലും, ലോകം മുഴുവൻ നിങ്ങളെ കൈവിടിഞ്ഞാലും നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇന്ന് രാത്രി സമയം നിങ്ങൾ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ അടുത്തു വരുവാൻ ഇടയായിത്തീരും. ഏക രക്ഷ, ഏക മാർഗം, ഏക വഴി എന്ന് പറയുന്നത് യേശുവാണ്. ആ യേശുവിനെ കണ്ടെത്തുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ് ഏറ്റവും മഹത്വപൂർണമായ കാര്യം. അതുകൊണ്ട് ഇന്നുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, വചനാടിസ്ഥാനത്തിൽ ഈ വചനത്തിലെ സത്യം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. ഇന്ന് രാത്രി സമയം നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയായി തീരട്ടെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ രാത്രിയായി തീരട്ടെ, നിങ്ങളുടെ രക്ഷയുടെ രാത്രിയായി തീരട്ടെ. യേശുവേ, ഞാൻ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞാൽ യേശു നിങ്ങളുടെ രക്ഷിതാവായി തീരും. അതിന് പണം മുടക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അധ്വാനം അതിന് ആവശ്യമില്ല, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സമ്പത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വസ്തുവകകളെ കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ യേശുവേ, അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കണമേ, അങ്ങേ ഞാൻ കർത്താവും എന്റെ ദൈവമായി സ്വീകരിക്കുന്നുവെന്ന് വായ് കൊണ്ട് പറയുവാൻ കഴിഞ്ഞാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ഇന്ന് രാത്രി രക്ഷിക്കുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ രോഗിയായിരിക്കാം, വലിയ കടബാധ്യതയിലായിരിക്കാം, പ്രതിസന്ധിയിലായിരിക്കാം, ശാരീരിക ബലഹീനതയിലായിരിക്കാം, മാനസികമായ വിഷമങ്ങളിലായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളിലായിരിക്കാം, സാമൂഹികമായ വിഷയങ്ങളിൽ ഏർപ്പെട്ട് വളരെ കഷ്ടം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, ഞെരുങ്ങുന്ന വ്യക്തിയായിരിക്കാം. ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോയാലും രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന മുറിയിൽ യേശുവേ എന്നൊന്ന് വിളിക്കുവാൻ കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. യേശു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യേശു പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. യേശു പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൻ ഉപേക്ഷിച്ചാലും, അമ്മ തള്ളിക്കളഞ്ഞാലും, ചാർച്ചക്കാർ വേണ്ടെന്ന് പറഞ്ഞാലും, കൂട്ടുകാർ നിന്നെ ഉപേക്ഷിച്ചാലും, ലോകം തിരസ്കരിച്ചാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാർവോട് അടയ്ക്കുന്ന ഒരുവനുണ്ട്. നിന്നോട് ഭാരപ്പെടേണ്ട മകനെ, ഭാരപ്പെടേണ്ട മകളെ എന്ന് പറയുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അത് നിന്റെ സൃഷ്ടിതാവാണ്. ഇന്ന് രാത്രി സമയം ആ സ്നേഹത്തെ തിരിച്ചറിയുക. കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി നൽകി നിന്നെ വീണ്ടെടുത്ത ഒരുവനുണ്ട്. ആ സ്നേഹത്തിലേക്ക്, ആ ആർദ്രതയിലേക്ക്, ആ കരുണയിലേക്ക്, ആ കൃപയിലേക്ക് ഇന്ന് രാത്രി സമയം നാം പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ സംശയങ്ങൾ ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധി ദൈവത്തിന് വിഷയമല്ല. എത്ര വലിയ പ്രതിസന്ധിയിലും കഷ്ടതയിലും നിങ്ങളായിരുന്നാലും അതിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ, അതിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ചുയർത്തുവാൻ, അതിൽ നിന്ന് നിങ്ങളെ മാനിക്കുവാൻ യേശുവിന് കഴിയും. ഈ കാലഘട്ടത്തിൽ പലരും പണത്തിന് പുറകെ ഓടുമ്പോൾ,
വസ്തുവകകൾക്ക് പുറകെ സഞ്ചരിക്കുമ്പോൾ, പദവികൾക്ക് പുറകെ പോകുമ്പോൾ, നേട്ടങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുമ്പോൾ, ഇന്ന് രാത്രി സമയം മനസ്സിലാക്കുക, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവായിരിക്കട്ടെ. പ്രസംഗിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുവിനെ പ്രസംഗിക്കുന്നതാണ് ഭാഗ്യം. യേശുവിനെ പ്രസംഗിക്കുന്നതാണ് ശ്രേഷ്ഠകരം. യേശുവിനെ പ്രസംഗിക്കുമ്പോഴാണ് ജനത്തിന് വിടുതൽ. യേശു അകത്ത് വരുമ്പോഴാണ് നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. യേശു ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. യേശു ഉണ്ടെങ്കിൽ നന്മയുണ്ട്. യേശു നമ്മുടെ അകത്തേക്ക് വന്നാൽ ആമേൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷ നമ്മുടെ അകത്തുണ്ട് എന്നാണ് അതിനർത്ഥം. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു, സകലരിലും സകലവുമാകുന്നവൻ ക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സമയം ആ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ആ യേശുവിൽ വിശ്വസിക്കുവാൻ, യേശുവിനെ ശ്രദ്ധയോടെ നോക്കുവാൻ നമുക്കിടയായി തീരട്ടെ. സാഹചര്യങ്ങളെയല്ല, വിഷയങ്ങളെയല്ല, പ്രശ്നങ്ങളെയല്ല, ചുറ്റുപാടുകളെയെല്ലാം, നാം ജീവിച്ചു വരുന്ന പശ്ചാത്തലങ്ങളെയല്ല, മറിച്ച് ഇതിനെല്ലാം ഉപരിയായി വിടുവിക്കുവാൻ കഴിവുള്ള യേശുവിനെ നമുക്ക് നോക്കാം. യേശുവിനെ പിൻഗമിക്കാം. യേശുവിനെ സേവിക്കാം. യേശുവിനെ ആരാധിക്കാം. യേശുവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ ഉണ്ട് നിന്നെ വിടുവിക്കുവാൻ. യേശുവിനെ സ്വീകരിച്ചാൽ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയാണ്. സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ലോകം തരാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവന്റെ വഴിയിൽ, ജീവന്റെ പുതുക്കത്തിലാണ് നാം നടക്കുന്നത്. ആ ജീവന്റെ പുതുക്കം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നാം ക്രിസ്തുവിലാണ്.